ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensei. ഹായ്. അപ്പം ഈ ഒരു റെക്കോർഡിങ് ഞങ്ങൾ യൂട്യൂബിലിടണം, അതിന് വല്ല വിരോധമുണ്ടോ? No. ഓക്കെ, ഗുഡ്. നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഒരിക്കലും മറ്റുള്ളൊരാളെ കുറിച്ചുള്ള ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ അല്ലെങ്കിൽ റിലീജിയൻ അല്ലാത്ത, അല്ലെങ്കിൽ ബിസിനസ്സും പാടില്ല. ഇസ് ഇറ്റ് ഓക്കെ? Yes, okay. ഓൾറൈറ്റ്. ടെൽ മീ, നിങ്ങളെ വോയിസ് കുറച്ചും കൂടി കൂട്ടാൻ പറ്റും? ടെൽ മീ, ഇൻ ദിസ് 15 മിനിറ്റ്സിൻ്റെ ഈ ഒരു കൺവേഴ്സേഷനിൽ നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? വളരെ ഒരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ വാട്ട്സ് യുവർ ഗോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഇസ് യുവർ ഗോൾ? My goal is, since you are a personal coach and I have heard about Humax. No, give me one single sentence. What is that you want to achieve from this conversation? One single line. I have a difficulty in my personal thing. No, what is that you want to achieve? Don't tell me about your problems. Tell me what you want to achieve. I want to make my conversation more good. Like എനിക്കൊരു കാര്യം എന്താ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ട്. സോ ഒരു നോ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് ബെറ്റർ ആക്കി കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് ഐ നീഡ് ടു ഇംപ്ലിമെന്റ് ദാറ്റ് ഇൻ മൈ ലൈഫ്. ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആയിട്ടുള്ളൊരു ആളാണ്. സോ അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം എന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെ എങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റും? Since you know how you have dealt with people, you have so many people. ഞാൻ എപ്പോഴും ആളുകളിൽ നിന്ന് മാറി എൻ്റെ കംഫർട്ട് സോണിലുള്ള ആളുകളോട് കൂടുതൽ എന്താ മിങ്കിൾ ചെയ്ത് അങ്ങനെ പോവാൻ, അങ്ങനെ വിട്ട് മാറി നിൽക്കുന്ന ആളാണ്. അതൊന്ന് മാറ്റണം. സോ നിങ്ങൾ കൂടുതൽ ആളുകളായിട്ട് കണ്ടെക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. നിങ്ങളെ പേര് പറയണ്ട, നിങ്ങൾ എന്താണ് ചെയ്യണത് ഒന്നും പറയണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളൂ. ഇറ്റ്സ് ഓക്കെ? ഓക്കെ, റൈറ്റ്, ഗ്രേറ്റ്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടണം, റൈറ്റ്? കോൺഫിഡൻസ് കൂടണം. അത് കൂടാതെ നിങ്ങൾക്ക് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യണം, അല്ലെ? കൂട്ടത്തിൽ പോകണം. അതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മിംഗ്ലിംഗ് ഒരു ഇഷ്യൂ അല്ല, പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഒപ്പീനിയൻ, മറ്റൊരാൾ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എന്തായിട്ട് എടുക്കും. ഒരു ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ആളാണ്. എനിക്ക് ഓവർകം ചെയ്യണം. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ടായത്? ദാറ്റ് ഇസ് നോ. ഇതിനെ നമ്മൾ സോഫ്റ്റ് കപ്പ് എന്ന് പറയാം. ഓക്കെ, സോഫ്റ്റ് കപ്പ് എന്ന് പറയാം. സോഫ്റ്റ് കപ്പ് ആർ ദോസ് പീപ്പിൾ, ലീഡർഷിപ്പ് റോളിലുള്ള വ്യക്തികൾ. അവർക്ക് പെട്ടെന്ന് നമ്മൾ സാധാരണ ഇപ്പം ഒരു കല്യാണത്തിനൊക്കെ കിട്ടുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, എന്താണ് ഇതിന്റെ പേപ്പർ ഗ്ലാസ്, അതിൽ നമ്മൾ അത് കംപ്ലീറ്റ് ക്രഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് ക്രഷ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇല്ല, പറ്റില്ല. ആ സ്റ്റീൽ ഗ്ലാസ്സിനെ നമ്മൾ BS കപ്പ് എന്ന് പറയും. BS സ്റ്റാൻഡ്സ് ഫോർ ബിഗ് സ്ട്രോങ് കപ്പ് എന്ന് പറയും. അതേ സമയത്ത് ഇതിന് ഈ ഗ്ലാസ് പോലത്തെ പേപ്പർ ഗ്ലാസിന്റെ ആ ടംബ്ലർ ഉണ്ടല്ലോ, അല്ലെ, ഗ്ലാസ്, അതിനെ നമ്മൾ സോഫ്റ്റ് കപ്പ് എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കാം, അത് വളരെ ചെറിയ സ്റ്റീൽ ഗ്ലാസ് എടുക്കാം, അതിനെ സ്മോൾ കപ്പ് എന്ന് പറയും. അതേപോലെ തന്നെ ഒരു ഗ്ലാസിന്റെ കപ്പ് എടുക്കുക, അതിലൊരു ക്രാക്ക് ഉണ്ട് വിചാരിക്കുക, ഒരു പൊട്ടുണ്ട് വിചാരിക്കുക, അതിനാണ് ബ്രോക്കൺ കപ്പ് എന്ന് പറയുന്നത്. 4 കപ്പ് ഞാൻ ഇവിടെ പറഞ്ഞത്. ആദ്യത്തെ ബ്രോക്കൺ കപ്പ്, രണ്ടാമത്തെ സോഫ്റ്റ് കപ്പ്, തേർഡ് വൺ ഇസ് സ്മോൾ കപ്പ്, 4ാമത്തെ ബിഗ് സ്ട്രോങ് കപ്പ്. അപ്പോൾ നമ്മളൊരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബിഗ് സ്ട്രോങ് കപ്പിലേക്ക് പോകണം. ഓക്കെ, അപ്പം ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണെന്നറിയോ, നിങ്ങൾ ഏതിലാണ്? സോഫ്റ്റ് കപ്പ്. ദി ആർ ഇൻ ദ സോഫ്റ്റ് കപ്പ്. അത് കാരണം ഈ സോഫ്റ്റ് കപ്പുകാർക്കുള്ള ഒരു പ്രത്യേകത, അവർക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾക്ക് നോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ബിസിനസ്സിലാവും, റിലേഷൻഷിപ്പ്, കല്യാണം കഴിച്ച ആളാണോ? Yes. ഓക്കെ, അവിടെ നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ?
എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റി തരാം. ഉം, എന്റെ കംഫോർട്ട് സോണിൽ എനിക്ക് അത് ഒരു യെസ് ഓർ നോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കോൺവെർസേഷനോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടില്ല. ഉം, പക്ഷെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ സ്വയം മനസ്സിലാക്കുന്നത് എന്റെ കംഫർട്ട് സോണിൽ തന്നെയുള്ള ആളുകളോട് സംസാരിക്കാൻ ഞാൻ ഫ്രീ ആണ്. പക്ഷെ ഓക്കെ. അതല്ലാത്ത എന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി വരുമ്പോൾ എന്റെ എനിക്ക് ഫേസ് ടു ഫേസ് ഡിഫറൻസസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഉം. അല്ലെങ്കിൽ എന്റെ സബോർഡിനേറ്റ്സിൽ ഡിഫറൻസസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ആ ഒരു ഡിഫറൻസ് ഹാൻഡ്ലിങ് ആണ് എന്റെ ഒരു ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം. ഇത് ഒരുപാട് പേർക്കുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മാത്രമേ, ഒരുപാട് പേർക്കുണ്ട്. എനിക്കുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം ഞാൻ മുഖത്ത് നോക്കിയിട്ട് തന്നെ നോ എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം, ഐ വോണ്ട് ടു ഗെറ്റ് ലിറ്റിൽ ഓഫ് യുവർ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഒന്നും പറയണ്ട. എവിടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺവെർസേഷൻ വളരെ ബുദ്ധിമുട്ടായി തോന്നിയത്? ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, റീസെൻ്റ്ലി ഉണ്ടായ ഇൻസിഡൻറ്റ് ഒന്ന് പറയാം. കമ്പനിൻ്റെ പേരോ ഒന്നും പറയണ്ട, റീസെൻ്റ്ലി നിങ്ങൾക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. ലൈക്ക് ഒരു വെണ്ടറിന്റെ അടുത്തുനിന്ന് ഉം, ഞാൻ പറഞ്ഞ അതേ കറക്റ്റ് ഒരു സ്പെക്ക് കാര്യങ്ങളിലല്ല ആളെ എനിക്കൊരു സംഭവം എനിക്കൊരു സപ്ലൈ തന്നത്. ഉം, അപ്പൊ എനിക്ക് ഒരാളെ മുഷിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമാണ്. ഉം, സോ ബട്ട് ആളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷെ എന്നാലും ഇപ്പൊ എന്റെ കൂടെ ഉള്ളവര് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ആ സിറ്റുവേഷൻ അത് കുറച്ചും കൂടി നമ്മുടെ സൈഡിലൊരു ന്യായം പറഞ്ഞ് അതിനെ നേടിയെടുക്കാൻ പറ്റുക എന്നുള്ള ഒരു സ്കില്ല് ഞാൻ എന്റെ സബോർഡിനേറ്റ്സിന്റെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ഉം. അതുപോലെ ഇത് പറഞ്ഞു നേടുക എന്നുള്ള ഒരു സ്കില്ല് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എനിക്കതൊരു ബെറ്റർ ആക്കിയേ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ സബോർഡിനേറ്റ്സിന് അടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനാണ് റിവേഴ്സ് ലേണിംഗ് എന്ന് പറയാം. അവരിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ ജൂനിയേഴ്സിൽ നിന്ന് പഠിക്കുക, നമ്മളെ മക്കളിൽ നിന്ന് പഠിക്കുക, അതിനാണ് നമ്മൾ റിവേഴ്സ് ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ എന്താ, നിങ്ങളടുത്ത് ഒരു ട്രേറ്റ് ഉണ്ട്, പക്ഷെ അവരടുത്ത് വേറെ ട്രേറ്റ് ഉണ്ട്. ആ ട്രേറ്റിന് കാരണം അവർക്ക് നോ എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് ശരിക്കും കൺവേഴ്സേഷൻ, കമ്മ്യൂണിക്കേഷൻ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് നിങ്ങളടുത്ത് ഇല്ലാത്തത് അവരടുത്ത് ഉള്ള 3 കാര്യങ്ങളെന്ന് പറയാമോ? ആ ഒരു സംസാരിച്ച് നേടുക, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു പവർ കാണിക്കുക എന്നുള്ളത് എനിക്ക് ലാക്കായി തോന്നുന്നുണ്ട്. എനിക്ക് നല്ലോണം ലാക്കായി തോന്നുന്നുണ്ട്. ആ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ടോ നിങ്ങളെ? അറ്റ് പ്രസന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ഹയർ പൊസിഷനിലുള്ള ആളാണ്. സോ അത് എനിക്കത് ബെറ്റർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചലഞ്ച് തന്നെ ആവാം. അതൊരു അതൊരു അത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും. അപ്പൊ അതിന് എന്തൊക്കെയാണ് അപ്പൊ ഞാൻ ചോദിക്കണത്, അവരടുത്ത് എന്താ ഉള്ളത്, നിങ്ങളടുത്ത് എന്താ ഇല്ലാത്തത്? ഒന്ന് പറയാം, ഏതെങ്കിലും ഒരു കീ ഏരിയ പറയാം. എനിക്ക് അവരത് മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള രീതിക്ക് അത് അവർ എടുക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ അത് ഓവർലി കൺസേൺഡ് ആയി പോണു എന്നുള്ള രീതിക്ക് എനിക്ക് ഫീലിംഗ് വരുന്നുണ്ട്. ജനങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ജനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ടീം, നിങ്ങൾ സബോർഡിനേറ്റ്സ് നിങ്ങളെ പറ്റി ചിന്തിക്കലുണ്ടോ? എന്നെ പറ്റി ചിന്തിക്കാറുണ്ടോ അവരെ ആക്ഷൻ എടുക്കുമ്പോൾ? അവരെ ആക്ഷൻ എടുക്കുമ്പോൾ അവർ നിങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്. ഇല്ലല്ലോ. നിങ്ങൾ ഇതിനെ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ബിസിനസ് റിലേഷൻ വെക്കാം, പക്ഷെ നമ്മൾക്ക് അതേ സമയത്ത് ബൗണ്ടറിയും വെക്കണ്ടേ? റൈറ്റ്? റിലേഷൻഷിപ്പ് വെക്കാം, അതേ സമയത്ത് ബൗണ്ടറിയും വെക്കാം. ഇസ് ദാറ്റ് റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോ എന്ന് പറഞ്ഞൂടെ? I'm telling you, can you say no in that time? പക്ഷെ ഞാനത് പ്രാക്ടിക്കലി ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ വരുന്ന ഡിഫിക്കൽസ് ആണ് കൂടുതലും. നിങ്ങളാണ് നെഗോഷിയേഷനൊക്കെ നിങ്ങളാണ് പോലെ? അതിന്റെ കോറായിട്ട് ഞാനല്ല, പക്ഷെ അതിലും ഞാൻ ടേക്ക് പാർട്ടാവേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അത് മാത്രമല്ല, എനിക്കിപ്പോ സെൽഫായിട്ടൊരു ഓണ്ടർപ്രണർഷിപ്പ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലീഡർഷിപ്പ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ആ ഒരു സംസാരിച്ച് നേടുക, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ്, ക്ലാഷ് ഓഫ് ഒപ്പീനിയൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. ആക്ച്വലി എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോ ഞാനൊരു റൂമിലാണ്, എന്റെ ഫ്രണ്ടിലൊരു ഫോണാണ്. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഒരാളുടെ ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇത്ര കോൺഫിഡന്റിൽ ആളെ പറഞ്ഞത് ചെയ്ത് ചെയ്യാൻ പറ്റാറില്ല. എന്താ കാരണം? അവരെന്താ വിചാരിക്കുന്നതാണോ നിങ്ങൾക്കുള്ള തോന്നുന്നത്? അങ്ങനൊരു തോന്നൽ എപ്പോഴും ഉണ്ട്. ആളെന്ത് അത് എന്റെ പല കാര്യങ്ങളിലും അങ്ങനെ കയറി ഇതുണ്ട്.
പക്ഷെ അത് ഏതെങ്കിലും വിജയിച്ച ആള്, ഐ മീൻ വേൾഡിൽ വിജയിച്ച ആള് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു വിചാരിച്ചിട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. ഉറപ്പല്ലേ? അതെ. നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടോ? യെസ്. വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറണമെന്ന് തോന്നുന്നുണ്ടോ? യെസ്. മാറാൻ റെഡിയാണോ? മാറാൻ റെഡിയാണ്. നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ റെഡിയാണോ? യെസ്, റെഡിയാണ്. ആണെങ്കിൽ എന്ത് 3 മാറ്റങ്ങൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ചെയ്യാം? വാട്ട് ആർ ദ 3 things that you would do that you're not doing right now? കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുക. സംസാരം എല്ലാവരും ഇരിക്കെ അത് അവരെന്ത് ചിന്തിക്കും എന്നുള്ള തോട്ട് മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട്, ആക്ച്വലി നാളെ ഞങ്ങൾക്കൊരു എന്താ ഒരു ഇതുണ്ട്, ഓപ്പൺ മീറ്റിംഗ് ഉണ്ട്. അതിൽ ഞാനാണ് ഒരു സംഭവം, എന്താ ഒരു സെമിനാർ പോലെയാണ്, ഒരു എന്താ ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ എക്സൽ, അത് അങ്ങനെ റിലേറ്റഡ് ഒരു സംഭവമാണ്. ബട്ട് അതിലൊക്കെ എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് എന്താ ഒരു ടീമിനെ മുന്നിലിട്ട് സംസാരിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കല്ല എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ അവിടെ ഇഷ്യൂ വരുന്നില്ല. ഇപ്പൊ നാളെ നിങ്ങൾക്ക് പ്രസന്റേഷൻ നാളെ എനിക്ക് ഇഷ്യൂ ഇല്ല. നാളെ എനിക്ക് കോൺഫിഡൻസ് സംസാരിക്കാം. കാരണം നിങ്ങൾ ടീമാണ്. മാത്രമല്ല ഒരു ക്ലാഷ് ഓഫ് ഒപ്പീനിയൻ അങ്ങനെ വരേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. ഓക്കെ, അടുത്ത ക്ലാഷ് ഓഫ് ഒപ്പീനിയൻ എവിടെ വരുന്നത്? എന്നാ വരുന്നത്? ഏതെങ്കിലും ഒരു വെൻഡേഴ്സിന്റെ അടുത്തുനിന്ന് ആയിരിക്കണം അത്. ഓക്കെ, നിങ്ങൾ എപ്പോഴും വെൻഡേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സപ്ലയേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സപ്ലയേഴ്സ് ശരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രൊഡക്റ്റ് അല്ല അവർ തരുന്നത്. തരേണ്ടത്. ഓക്കെ, ബട്ട് ചിലപ്പോൾ അവർ തന്നില്ലാന്ന് വരും. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ആർ യു ക്രിയേറ്റിംഗ് എ കോൺട്രാക്ട്? നിങ്ങൾ വെണ്ടറിനായിട്ട് ഒരു കോൺട്രാക്ട് റിട്ടേൺ കോൺട്രാക്റ്റിൽ അതൊരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് അതിന്റെ സ്പെസിഫിക്സ് പറഞ്ഞിട്ട് നമ്മൾ കോൺട്രാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് അഗെയിൻസ്റ്റ് ആണ് അവർ ചെയ്യേണ്ടത്. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല. പക്ഷെ ആ ഒരു വെണ്ടറിനെ ഞാൻ നിങ്ങളടുത്ത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അവർ ഇന്ന സ്പെസിഫിക് പ്രകാരമാണ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുണ്ട്. അത് ബോത്ത് ഓഫ് യു ഹാവ് സൈൻ ദാറ്റ്. Am I right? MOU-ൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടാവും. Is it correct? ഓക്കെ, ആ MOU കറക്റ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എല്ലാ ആള് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞതിന് എന്താ ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കുന്നത്? നോ എന്ന് പറയുന്നത് എന്താ ബുദ്ധിമുട്ട്? കറക്റ്റായിട്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് വെണ്ടറിനായിട്ട്? ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്താ? നിങ്ങളുടെ കസ്റ്റമറിന് ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി നിങ്ങളുടെ കസ്റ്റമറിന് കൊടുക്കേണ്ട എക്സ്പീരിയൻസ് അവിടെ കുറക്കല്ലേ ചെയ്യുന്നത്? അപ്പം ഇൻഡയറക്ട്ലി നിങ്ങൾ കസ്റ്റമറിനല്ല അതിന് ബുദ്ധിമുട്ടും ദോഷം വരുന്നത്. ശരിയാണോ? ശരിയാണ്. ഇപ്പൊ നിങ്ങൾ അവരെ പറ്റി എന്താ ചിന്തിക്കാഞ്ഞ്? നിങ്ങൾ ഈ വെണ്ടറിനെ പറ്റിയും സപ്ലയറിനെ പറ്റിയും മാത്രം അവർക്ക് വിഷമം തോന്നുള്ളൂ മാത്രം ചിന്തിച്ചോളൂ. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചിട്ട് there are people who are buying from you. Am I right? നിങ്ങൾ അവരെ പറ്റി ചിന്തിക്കണില്ലല്ലോ. You are getting me? Are you with me? Yes. Okay, next time when you talk to the vendor, but before you go to the വെണ്ടറിന് പോകുന്നേക്കാൾ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണമെന്ന്, നിങ്ങൾ MOU സൈൻ ചെയ്തിരിക്കണം, കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കണം, അതിന്റെ ക്വാളിറ്റി എല്ലാം സൈൻ ചെയ്തിരിക്കണം, സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുണ്ടാവണം. അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഒരു ഡെലിഗേഷൻ നിങ്ങൾ എങ്ങനെ ചെയ്യാറ്? സാധാരണ ഡെലിഗേഷൻ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാറില്ല ഓരോ കാര്യങ്ങൾ, വെണ്ടറിന്റെ കാര്യമല്ല, നിങ്ങൾ ഓഫീസിൽ ഡെലിഗേറ്റ് ചെയ്യാറുണ്ടോ? ഓക്കെ, ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് വിളിച്ച് ചോദിക്കാറില്ല ആയോ എത്ര ആയി എന്നൊക്കെ ചോദിക്കാറുണ്ടോ? അപ്ഡേറ്റ് ചോദിക്കാണ്ട് എന്നിട്ട് ലാസ്റ്റിൽ ഡ്യൂ ഡേറ്റിന് അല്ലെങ്കിൽ ഡെഡ് ലൈൻ ടൈമിന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അവർ തരും. നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങളെ ടീം നിങ്ങൾക്ക് തരും. ശരിയല്ലേ? ഓക്കെ, അതെ. ഇതേപോലെ തന്നെ നിങ്ങൾ വെണ്ടറിനോട് നിങ്ങൾ ഒരു അഗ്രിമെന്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ചോദിച്ചൂടെ, ജസ്റ്റ് ലൈക്ക് വാട്ട് യു ഡു ഇൻ ദ കേസ് ഓഫ് ഡെലിഗേഷൻ, അതേപോലെ അപ്ഡേറ്റ്സ് ചോദിച്ചൂടെ? You're with me? ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ അവിടെ കൂടുതൽ പവർ അല്ലേ? നിങ്ങൾ പ്ലീസ് ടോക്ക് ലൗഡർ. ഓക്കെ, ഐ കാൻറ്റ് ഹിയർ യു. അപ്പോൾ നിങ്ങൾ എടുക്കുക ആ ടൈം ഫ്രെയിമിനനുസരിച്ച് നിങ്ങൾ അവരെ കൺഫർമേഷൻ ചോദിക്കുമ്പം അവർക്ക് അറിയാം യു ആർ റിയലി ട്രാക്കിംഗ് ഡൗൺ എന്നുള്ളത്. ശരിയല്ലേ? എന്നിട്ട് ലാസ്റ്റ് ഡേ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ഇത്രയും റിമൈൻഡർ അയക്കുമ്പം റിട്ടേൺ റിമൈൻഡർ അയക്കണം. ഫോൺ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി സംതിങ് റിട്ടേൺ. അത് ചെയ്യാൻ പറ്റുമോ?
യെസ് ചെയ്യാം. എങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റുക? ഈസ് ഇറ്റ് ഇമെയിൽ ഓർ ഈസ് ഇറ്റ് വാട്സാപ്പ്? ത്രൂ ഇമെയിൽ. ഞാൻ ചെയ്യുന്ന ഒരു ഫോമാറ്റ് ത്രൂ ഇമെയിൽ അയച്ചിട്ട് നമ്മുടെ കോമൺ ഒരു ഗ്രൂപ്പിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയക്കലാണ് ഞാൻ ഓക്കെ, ചെയ്യുന്ന ഒരു ഗ്രേറ്റ്. അത് ആക്ടിവിറ്റി. കണ്ടിന്യൂസ് ആയിട്ട്, ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ഓൺ ദ ഡേ. ആദ്യം നമ്മൾ ഓർഡർ കൊടുക്കുമ്പോഴും ലാസ്റ്റിൽ ഡെലിവറി അല്ല, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ടൈം ഫ്രെയിമിൽ ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇൻ്റർവെൽസ്, റിമൈൻഡേഴ്സ്, അപ്ഡേറ്റ്സ് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് അറിയാം ശരിക്കും നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല അവർക്ക്, യെസ് ക്വാളിറ്റി നോക്കേണ്ടതെന്ന് മനസ്സിലാവില്ല അവർക്ക്, നിങ്ങൾ ക്വാളിറ്റി യെസ് നോക്കുന്നുണ്ടെന്നുള്ള അവർക്ക് മനസ്സിലാവില്ല. അതേപോലെ ഡെഡ് ലൈൻ ആവുമ്പോഴേക്കും കൊടുക്കണം എന്നുള്ള അവർക്ക് ഓർമ്മപ്പെടുത്തലും കൂടെയുള്ള അത് ശരിയല്ലേ? ശരിയല്ലേ? യെസ് ശരിയാണ്. ഓക്കെ, നിങ്ങൾ പിന്നീട് നിങ്ങൾ മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ ഡെലിവർ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിച്ച പോലത്തെ പ്രൊഡക്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ യു ഹാവ് ഗോട്ട് ദ വോയിസ് ടു സേ യെസ് ഓർ നോ. ഇസ് ദാറ്റ് റൈറ്റ്? യെസ് കറക്റ്റ്. യെസ് ഓർ നോ? യെസ്. ഡു യു അഗ്രി? അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാവും നോ എന്ന് പറയാൻ. കാരണം നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് അവരോട് ചോദിച്ചിരിക്കണം, റിമൈൻഡ് ചെയ്തിരിക്കണം. യെസ്. അപ്പോൾ നിങ്ങൾക്ക് നോ എന്ന് പറയേണ്ട ആവശ്യം വരില്ല, അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നില്ല, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. കാരണം വാട്ട് യു വാണ്ട്, ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ദേ ആർ പ്രൊവൈഡിങ് യു. ഇസ് ദാറ്റ് റൈറ്റ്? യെസ്. Can you do that? യെസ് ഐ ക്യാൻ ഡു ദാറ്റ്. When is your next meeting? വിത്ത് ദ വെൻഡേഴ്സ് അത് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു പ്രോസസ് ആണ്. ഐ ക്യാൻ ഈ ഒരു ഫോളോ അപ്പ് ഐ ക്യാൻ സ്റ്റാർട്ട് ഫ്രം നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ്. When day? Which day? ടുമോറോ. Tomorrow. Are you sure? യെസ്. ഈ ഒരു സ്ട്രാറ്റജി, ഇത് നിങ്ങളുടെ SOP ആണ്, യെസ് നിങ്ങൾക്കുള്ള SOP ആണ് ഇത് ഫോളോ ചെയ്യാന്നുള്ളത്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടോ? ബിക്കോസ് നൗ യു ബോത്ത് ആർ ഇൻ അണ്ടർസ്റ്റാൻഡിങ്. കാരണം നിങ്ങൾ മറുപടി കിട്ടുന്നുണ്ട്, ആളെ റിപ്ലൈ കിട്ടുന്നുണ്ട്, റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഐ എം ഓൺ ടൈം ആൻഡ് ദിസ് ഇസ് വാട്ട് വി ആർ ഡൂയിങ്. ആം ഐ റൈറ്റ്? അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് വരുന്നില്ല. കോൺഫ്ലിക്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് Exactly correct. Exactly correct. Can you do that? യെസ് ഐ ക്യാൻ. 0 to 10, how much? 10. Are you happy? യെസ്. Do this, and if you got any other question, let's sit again next time. ഓക്കെ. Happy? യെസ് യെസ്. ഓക്കെ, താങ്ക് യു. Thank you very much. All right. So now let's move on to the next caller.